വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ട സാഹചര്യമെന്ന മുസ്ലിം ലീഗ്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് അപേക്ഷ നൽകാൻ ഇപ്പോഴും സൌകര്യമില്ല. രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ ഉന്നയിക്കപ്പെട്ട ആശങ്കകൾക്ക് പരിഹാരമില്ല. ഈ പ്രഹസനം അംഗീകരിക്കാനാകില്ല എന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഷാ പറഞ്ഞു. ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ആളുകൾ 5-5 ലക്ഷം ആളുകളുണ്ട് ഈ കേരളത്തിൽ. ആ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിലില്ല. അതില്ല എന്ന പരാതി റൈറ്റിംഗിൽ കൊടുത്തു, നേരിട്ട് പറഞ്ഞു, മിനിറ്റ്സുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് വരെ അത് തിരുത്തിയിട്ടില്ല. ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് അതുപോലെ തന്നെ റൂൾ 14 പ്രകാരം ഒരു ഒബ്ജക്ഷൻ ഡ്രാഫ്റ്റിൽ ഒബ്ജക്ഷൻ ക്ലെയിംസ് കോൾ ഫോർ ചെയ്താൽ ക്ലെയിം കൊടുക്കേണ്ടത് വോട്ടറായി ചേർക്കപ്പെടേണ്ട ആളുകളാണ്. അങ്ങനെയുള്ളപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന പരാതികളൊക്കെ എവിടെയാണ്? ആളുകൾ പാനിക്കാകുന്നു. അതുകൊണ്ട് ഈ പ്രഹസനത്തിനൊന്നും നിന്നു കൊടുക്കാനൊന്നും ഇനി പറ്റില്ല. ഇനി ഇതിന് പരിഹാരം ഉണ്ടാകാതെ അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് പ്രക്ഷോഭത്തിലേക്ക് പോകുക എന്നതിലേക്ക് ഞങ്ങളെ നിർബന്ധിതമാക്കണം. നേരത്തെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഇത്തരം 2002 വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാത്ത ആളുകൾക്കായിരിക്കും ഹിയറിംഗ് എന്നായിരുന്നു കമ്മീഷൻ നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് മാപ്പിംഗ് ചെയ്യേണ്ടവരുടെ എണ്ണം, സംസ്ഥാനത്താകെ മാപ്പിംഗ് ചെയ്യേണ്ടവരുടെ എണ്ണം കമ്മീഷൻ പുറത്തുവിടുന്നത്. 19,32,688 പേർ ഹിയറിംഗിന് ഹാജരാകണം എന്നുള്ളൊരു നിർദ്ദേശമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിൽ നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ 18,915 പേർക്ക് നോട്ടീസ് നൽകി. പലരുടെയും രേഖകൾ BLO മുഖാന്തരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഈ ഹിയറിംഗിന് ഹാജരാകണോ വേണ്ടയോ എന്ന് അതത് തലത്തിലുള്ള BLOമാർക്കും EROമാർക്കും തീരുമാനിക്കാം എന്നാണ് രാഷ്ട്രീയ പാർട്ടി യോഗത്തിൽ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണ്. പ്രധാനപ്പെട്ട വിഷയം ഹിയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച തന്നെയാണ് യോഗത്തിൽ നടക്കുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിന്റെ പ്രായോഗികത സംബന്ധിച്ച് കമ്മീഷന് മുന്നിൽ വിമർശനം ഉയർത്തുന്നുണ്ട്. കാരണം 19 ലക്ഷത്തോളം ആളുകൾക്ക് ഇനി ഹിയറിംഗ് നടത്താനുള്ള സമയമുണ്ടോ എന്നുള്ളൊരു രാഷ്ട്രീയ ചോദ്യമാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഉന്നയിക്കുന്നുണ്ട്. 20 ലക്ഷത്തോളം വരുന്ന പ്രവാസികൾ കേരളത്തിന് പുറത്തുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഹിയറിംഗിനുള്ള സൗകര്യം ഏർപ്പെടുത്തുക? ഇവർ എങ്ങനെയാണ് ഫിസിക്കലായി ഹിയറിംഗിന് ഹാജരാകുക എന്നുള്ള ഒരു കാര്യം കൂടി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി മുഹമ്മദ് ഷാ യോഗത്തിൽ ഉന്നയിച്ചു. നേരത്തെ ചേർന്ന രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ രോഗാവസ്ഥയിലുള്ള ആളുകൾ എങ്ങനെ ഹിയറിംഗിന് ഹാജരാകും എന്നുള്ള ചോദ്യം രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചിരുന്നു. അവർക്ക് ഇളവ് നൽകാൻ EROമാർക്ക് നിർദ്ദേശം നൽകി എന്നുള്ളൊരു തീരുമാനം രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് അതാണ്. ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യക്ഷ പ്രക്ഷോഭത്തിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണോ ലീഗ് പറയുന്നത്? സഫാൻ, ലീഗ് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഓരോ ആഴ്ച എല്ലാ ശനിയാഴ്ചയും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾ പറയുന്ന ആവശ്യങ്ങളൊന്നും പരിഗണിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. പ്രത്യേകിച്ച് പ്രവാസികളുടെ വിഷയത്തിൽ അടക്കം ഉന്നയിച്ച കാര്യങ്ങൾ. കാരണം ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവർക്ക് ഈ വോട്ടർ പട്ടികയിൽ കയറാനുള്ള സംവിധാനം കഴിഞ്ഞ ദിവസമാണ് ഈ വെബ്സൈറ്റിൽ അതിനുള്ള ചെറിയൊരു സംവിധാനം ഒരുക്കിയതും അതിൽ ഇപ്പോഴും പ്രവാസികൾക്കിടയിൽ ആശങ്കയുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ കമ്മീഷൻ പരിഗണിക്കുന്നില്ല. നോർക്ക അടക്കം ഈ പ്രവാസി സംഘടനകളുടെ യോഗം വിളിക്കുന്നതിൽ അമാന്തത കാണിക്കുന്നു എന്ന വിഷയം സൂചിപ്പിച്ചാണ് ഇതൊരു പ്രക്ഷോഭത്തിലേക്ക് പോകും. അതിനുള്ള കാര്യങ്ങൾ ലീഗ് തീരുമാനിക്കുമെന്ന് മുഹമ്മദ് ഷാ അറിയിച്ചിട്ടുള്ളത്. അമൃത.